ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ദൈവശാസ്ത്രത്തിൽ. ഡിവൈൻ എക്സ്ചേഞ്ച്. ഡിവൈൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കടയിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ വേണം. മൊബൈൽ ഫോണിന് 50,000 രൂപയാണ് കടക്കാർ പറയുന്നതെന്ന് വിചാരിക്കുക. 50,000 രൂപയുടെ മൊബൈൽ ഫോണിന് നിങ്ങൾ 50,000 രൂപ അങ്ങോട്ട് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഇങ്ങോട്ട് അവർ തിരിച്ചു തന്നു. ഇതൊരു എക്സ്ചേഞ്ച് ആണ്. എക്സ്ചേഞ്ച്, ഒരു കൈമാറ്റം. ഒരു ദൈവികമായ കൈമാറ്റത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു. ആ കൈമാറ്റം എന്ന് പറയുന്നത്, ഇപ്പൊ എന്റെ കയ്യിൽ ഡാനിയേലായ എന്നിലുള്ളത് എന്തൊക്കെയാണ്? ഒന്ന്, എന്നിലുള്ളത് പാപം. ഡാനിയേലായ എന്നിലുള്ള രണ്ടാമത്തെ കാര്യം ശാപം. ഡാനിയേലായ എന്നിലുള്ള മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്കുള്ള മരണം. ഞാൻ മരിക്കേണ്ട ആളാണ്. മരണം, ആത്മാവിന്റെ മരണം. അതുപോലെ തന്നെ എന്നിലുള്ള വേറൊരു കാര്യമാണ് ദാരിദ്ര്യം. എന്നിലുള്ള വേറൊരു കാര്യമാണ് പാപം. അപ്പൊ പാപം, ശാപം, മരണം, ദാരിദ്ര്യം, ഇതൊക്കെയാണ് എന്റെ അവസ്ഥ. രോഗം. ക്രിസ്തുവിലുള്ളത് എന്തൊക്കെയാണ്? ക്രിസ്തുവിലുള്ളത് 1 ജീവൻ, 2 നീതീകരണം, 3 ശാപത്തിൽ നിന്ന് മോചനം അല്ലെങ്കിൽ അനുഗ്രഹം, 4 സമ്പന്നത. ഞാൻ 4 കാര്യങ്ങൾ വെറുതെ റാൻഡമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നിലുള്ളത് എന്താണ്? പാപം, ശാപം, മരണം, രോഗം, ദാരിദ്ര്യം. പാപത്തിന് പകരം ക്രിസ്തുവിലുള്ളത് എന്താ? നീതീകരണം, നീതി, ക്രിസ്തുവിന്റെ നീതി. മരണത്തിന് പകരം ജീവൻ, രോഗത്തിന് പകരം സൗഖ്യം, ദാരിദ്ര്യത്തിന് പകരം സമ്പത്ത്, ശാപത്തിന് പകരം അനുഗ്രഹം. അപ്പൊ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാല്, ക്രിസ്തു എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ ദാരിദ്ര്യം ക്രിസ്തുവിന്റെ മേൽ വെക്കുന്നു, ക്രിസ്തുവിന്റെ സമ്പത്ത് അവൻ എനിക്ക് തരുന്നു. എന്റെ പാപം ഞാൻ യേശുവിന് കൊടുക്കുന്നു, ക്രിസ്തുവിന്റെ നീതി അവൻ എനിക്ക് തരുന്നു. എന്റെ ദാരിദ്ര്യം ഞാൻ യേശുവിന് കൊടുക്കുന്നു, ക്രിസ്തുവിന്റെ സമ്പന്നത എനിക്ക് തരുന്നു. എന്റെ മരണം ഞാൻ യേശുവിന് കൊടുക്കുന്നു, ക്രിസ്തുവിന്റെ ജീവൻ എനിക്ക് തരുന്നു. എന്റെ ശാപം ഞാൻ യേശുവിന് കൊടുക്കുന്നു, ക്രിസ്തുവിന്റെ അനുഗ്രഹം. ഇതിന്റെ പേരാണ് ഡിവൈൻ എക്സ്ചേഞ്ച്. ക്രിസ്തുവിലുള്ളതെല്ലാം നമ്മുടെ സ്വന്തമായിട്ട് മാറുന്നു. അതാണ് പറയുന്നത്, നാം മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ക്രിസ്തുവിന് ദൈവം കൊടുത്തതെല്ലാം മാനവകുലത്തിന്റെ സ്വന്തമായി മാറുകയാണ് കുരിശുമരണത്തിലൂടെ. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ജീവൻ പ്രാപിക്കാൻ വേണ്ടി യേശു കുരിശിൽ മരിച്ചു. നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടി അവൻ ദരിദ്രനായി മാറി. നമുക്ക് അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി അവൻ ശാപങ്ങൾ ഏറ്റെടുത്തു. നമ്മുടെ രോഗങ്ങളെ കുരിശിലേറ്റെടുത്ത് അവൻ നമുക്ക് അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം തന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലൂടെ നമ്മുടെ പാപത്തിന് പകരം അവന്റെ നീതീകരണം നമുക്ക് സ്വന്തമായി. ഈ പ്രൊവിഷൻസിൽ നമ്മൾ വിശ്വസിക്കുന്നു. യേശുവിൽ നമുക്ക് ഇതെല്ലാം ലഭിച്ചു എന്ന വിശ്വാസം, ആ പ്രൊവിഷൻസിലുള്ള വിശ്വാസം. ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുവോ? നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? ക്രിസ്തു എനിക്ക് വേണ്ടി ഈ രക്ഷ കുരിശിൽ നേടിത്തന്നു. ആ പ്രൊവിഷൻസിൽ ഞാൻ വിശ്വസിക്കുന്നു.